മരങ്ങൾ വേണം എന്നുള്ളത് ഒരു ആഗ്രഹമായിരുന്നു അല്ലേ? ആണ്. അതിനനുസരിച്ച് കൊണ്ടുവന്നു വെച്ചു. അതെ, ഒരുപാട് മരങ്ങൾ, ഏതാണ്ട് 80-85ഓളം മരങ്ങൾ ഈ 52 സെന്റിനകത്തുണ്ട്. അതെല്ലാം ഞാൻ നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെ വരുത്തിയതാണ്. ഇപ്പോൾ ഈ കാണുന്നത് സീഡ്ലെസ് ലൈമാണ്. പിന്നെ ജാക്ക് ഫ്രൂട്ട് തന്നെ പല തരമുണ്ട്. പിന്നെ നമ്മുടെ ഇതുണ്ടല്ലോ കൊടംപുളി എന്ന് പറയുന്ന സാധനമാണ് ആ കാണുന്നത്. പിന്നെ ഇത് വൈറ്റ് ഞാവലാണ്. സാധാരണ നമ്മൾ റോഡിലൊക്കെ കാണുന്നത്, നമ്മൾ കോമൺ ആയിട്ടും കാണുന്നത് ആ ഡാർക്ക് കളർ ഞാവലാണ്. അപ്പോൾ വൈറ്റ് ഉണ്ടെന്ന് കരുതിയപ്പോൾ ഭയങ്കര സന്തോഷമായി, അങ്ങനെ അതെടുത്തു. പിന്നെ ശീമച്ചക്കയുണ്ട്, നമ്മുടെ സീതാഫലുണ്ട്, പിന്നെ നമ്മുടെ നാടൻ പേര തന്നെ പലതരമുണ്ട്. പിന്നെ സന്തോൾ, മാവ് തന്നെ പലതരം, നെല്ലി തന്നെ അരിനെല്ലിയുണ്ട്, നാടൻ നെല്ലിയുണ്ട്. അങ്ങനെ നമ്മുടെ ആ ഒരു നൊസ്റ്റാൾജിക് ചെറുപ്പത്തിലുള്ള ഒരു ഓർമ്മയില്ലേ, കാരക്ക ഉപ്പിലിട്ട കഴിച്ചത്, നമ്മളുടെ എല്ലാവരുടെയും സ്കൂൾ ജീവിതത്തിലുള്ളൊരു സംഭവമാണ്. സ്കൂളിൽ പോണ വഴിയിലൊരു അമ്മൂമ്മമാരൊക്കെ വെച്ചോണ്ടിരിക്കുമല്ലോ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ്. അപ്പോൾ അത് വേണമെന്ന് നിർബന്ധമായിരുന്നു. അത് 2-3 വെച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാം ഇപ്പോൾ 3 വർഷമേ ആയുള്ളൂ മരങ്ങളൊക്കെ വെച്ചിട്ട്. അതിന് ഒരു 4-5 കൊല്ലം കൂടെ കഴിഞ്ഞാലേ ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ വലുതായിട്ട് വന്ന് ഈ ഫാം ഫുള്ള് മരങ്ങൾ കൊണ്ട് നിറയണം. അതാണ് എൻ്റെ ഒരു സ്വപ്നം. തേങ്ങ നേരത്തെ പറഞ്ഞ പോലെ വെളിച്ചെണ്ണ, നല്ല വെളിച്ചെണ്ണ കൊടുക്കുക. അതെ. അതിനൊരു യൂണിറ്റ് ഉണ്ട് എനിക്ക്, ഒരു ഓയിൽ യൂണിറ്റ് ഉണ്ട്. വീണാസ് തണലിൻ്റെ ഓർഗാനിക് വെളിച്ചെണ്ണയുടെ യൂണിറ്റാണിത്. ഇത് ഡ്രയറാണ്, 7 ട്രേ ഡ്രയറാണ്. ഒരു 24 മണിക്കൂർ കഴിയുമ്പോൾ അത് തേങ്ങയിൽ നിന്ന് വിട്ട് വരും. ഇതാണ് ചോപ്പിംഗ് മെഷീൻ. എന്നിട്ട് അതിന് വീണ്ടും ട്രേയിൽ ഒരു ചിപ്സ് പോലെ ആവും. അതും ഒരു 12 hours 15 hours വെച്ച് കഴിഞ്ഞാൽ റെഡിയാവും, എണ്ണ ആട്ടാൻ റെഡിയാവും. അത് ആട്ടുന്ന ഈ മെഷീനിലാണ്. ഇതിനകത്തൂടെ ഇടും. ഇത് ലേഡീസിനൊക്കെ സുഖമായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നൊരു മെഷീനാണ്. ഇതിൽ കൂടെ ഇടും, ഓയിൽ വരും, അതിന് നമ്മൾ ഫില്ല് ചെയ്യും, കൊടുക്കും. ഇതിനകത്ത് ഈ ഓയിൽ സെഡിമെൻ്റ് ആണ്, ലാസ്റ്റ് വരുന്ന സെഡിമെൻറ്റ് ഇതിനകത്തോട്ട് വെക്കും. ഇതിനകത്തോട്ട് വെച്ച് കഴിയുമ്പോൾ ഈ ഓയിൽ വാക്വം എക്സ്ട്രാക്റ്റ് ആണിത്, ഫിൽറ്റർ ചെയ്ത് ഇതിൻ്റെ അടിയിൽ വരും. ഇപ്പോൾ കുറച്ച് ഓയിൽ കിടപ്പുണ്ട് ഇവിടെ. ഇതും കഴിഞ്ഞതിന് ശേഷമാണ് അടുക്കളയിൽ തൊടാന്ന് തീരുമാനിക്കുന്നത്. അതെ. കാരണം പെണ്ണുങ്ങൾക്ക് ആവശ്യമുള്ള എന്താണെന്ന് പെണ്ണുങ്ങൾക്കല്ലേ കൂടുതൽ മനസ്സിലാവുള്ളൂ. ഞാൻ കണ്ടിട്ടുള്ള പലരും മുളകൊക്കെ നേരെ ആന്ധ്രയിൽ പോയിട്ട് കൊണ്ടുവരുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ഞാനിപ്പോ അതുവരെ പോയിട്ടില്ല. പ്ലാനിൽ അതാണുള്ളത്. കാരണം നല്ല ക്വാളിറ്റി നമുക്ക് കാണണം അവരുണ്ടാക്കുന്ന. കാരണം ഇപ്പം ഞാൻ ബിഗിനിങ് ആണ്, അപ്പം ഇരുന്നിട്ട് കാല് നീട്ടാം എന്നുള്ളൊരു രീതി എനിക്കുണ്ട്. അതുകൊണ്ട് കാരണം അങ്ങനെ ചെയ്താലേ നമുക്കിതിൻ്റെ എത്രത്തോളം അതിന് ഡിമാൻഡ് ഉണ്ടെന്ന് അറിഞ്ഞിട്ട് വേണം ആ രീതിയിൽ ചെയ്യാനായിട്ട്. ഇപ്പം ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. തുടങ്ങിയിട്ട് നമ്മുടെ ഫ്യൂച്ചർ പ്ലാൻ അതൊക്കെ തന്നെയാണ്. കുട്ടികൾ 2 പെൺകുട്ടികൾ. മൂത്താൾക്ക് ജോലിയായി, ഇളയ ആള് CA പഠിക്കുന്നു. ഹസ്ബൻഡ് ഇപ്പോഴും പ്രവാസിയാണ്, കുവൈറ്റിൽ തന്നെയാണ്. ഞാനിപ്പോൾ വിസ റിന്യൂവലിന് പോയിട്ട്. ഇല്ലേ, പ്രധാനപ്പെട്ട കാര്യം എന്താണെങ്കിൽ നമുക്ക് നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഒരു മനസ്സുണ്ടെങ്കിൽ ഒക്കെ നടക്കും. പിന്നെ തീർച്ചയായിട്ടും മനസ്സാണ് മനുഷ്യൻ ആദ്യം വേണ്ടത്. മനസ്സാണ് തീവ്രമായ ആഗ്രഹം. അതാണ് ഞാൻ മനസ്സുകൊണ്ട് ഉദ്ദേശിച്ചത്. വേണമെന്ന് വിചാരിക്കണം. അതെ. അപ്പൊ പിന്നെ നമ്മൾ എക്സ്ക്യൂസസ് പറയില്ല. വേണ്ട, നമുക്കിത് നിർത്തണം എന്ന് പറയുമ്പോഴാണ് എക്സ്ക്യൂസസ് മനസ്സിന് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നത്. ഇതിപ്പോൾ എക്സ്ക്യൂസസ് ഇല്ല, നമുക്കൊരു ടാർഗറ്റ് ഇടുക, അത് മീറ്റ് ചെയ്യുക, അതുവരെ കഠിനമായിട്ട് ശ്രമിക്കുക, അത്രേ ഉള്ളൂ. സിമ്പിൾ. 3 വർഷം കൊണ്ടാണ് ഈ പറയുന്ന അവസ്ഥയിലേക്ക് എത്തിയത്. ഒരുപാട് പ്ലാൻ മനസ്സിലുണ്ട്, നടക്കും. താങ്ക് യു.